SCR ടേൺ ഓൺ മെത്തേഡ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. 2 മെത്തേഡ്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ബാക്കി 3 കൂടെ നമുക്ക് ഈ ക്ലാസ്സിൽ നോക്കാം. തേർഡ് മെത്തേഡ് എന്ന് പറയുന്നത് dV/dt ട്രിഗറിങ് ആണ്. അപ്പം SCR ടേൺ ഓൺ മെത്തേഡ്സിനകത്ത് തേർഡ് മെത്തേഡ് dV/dt ട്രിഗറിങ് ആണ്. dV/dt ട്രിഗറിങ് എന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം നമ്മുടെ ജംഗ്ഷൻ J2 എന്ന് പറയുന്നത് റിവേഴ്സ് ബയാസ്ഡ് ആണ്. ജംഗ്ഷൻ J2 റിവേഴ്സ് ബയാസ്ഡ് ആകുമ്പം ജംഗ്ഷൻ അക്രോസ് ചാർജ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ജംഗ്ഷൻ അക്രോസ് ചാർജ് എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് J2 ഒരു കപ്പാസിറ്ററിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കും. അതായത് J2 എന്ന് പറയുന്ന റിവേഴ്സ് ബയാസ്ഡ് ജംഗ്ഷൻ്റെ ഡിപ്ലീഷൻ റീജിയണിൽ സ്പേസ് ചാർജ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ഒരു ജംഗ്ഷൻ റിവേഴ്സ് ബയാസ്ഡ് ആണെങ്കിൽ അതിന് ഡിപ്ലീഷൻ റീജിയൻ കാണും. ഈ ഡിപ്ലീഷൻ റീജിയണിൽ എക്സിസ്റ്റ് ചെയ്യുന്ന സ്പേസ് ചാർജ് കാരണം, അതായത് ജംഗ്ഷൻ്റെ ഒരു സൈഡിൽ പോസിറ്റീവ് ചാർജും ഒരു സൈഡിൽ നെഗറ്റീവ് ചാർജും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ചാർജ് കാരണം ജംഗ്ഷൻ J2 കപ്പാസിറ്റൻസ് കാണിക്കും. ഇനി നമ്മളൊരു കപ്പാസിറ്ററിന് അക്രോസ് ഒരു സഡൻ ഫോർവേഡ് വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മളൊരു കപ്പാസിറ്ററിന് അക്രോസ് ഒരു ഷാർപ്പ് ചേഞ്ച് ഓഫ് വോൾട്ടേജ് അപ്ലൈ ചെയ്താൽ എന്നാ സംഭവിക്കും? നമ്മൾ ഈ ജംഗ്ഷൻ J2 അക്രോസ് ഒരു സഡൻ ഫോർവേഡ് വോൾട്ടേജ് അപ്ലൈ ചെയ്താൽ ജംഗ്ഷൻ കപ്പാസിറ്റൻസ് CJയിൽ കൂടെ ഒരു ചാർജിങ് കറൻറ്റ് ഫ്ലോ ചെയ്യും. ഈ ജംഗ്ഷനിൽ കൂടെയുള്ള കപ്പാസിറ്റൻസ് CJ കൂടെ ഒരു ചാർജിങ് കറൻറ്റ് ഫ്ലോ ചെയ്യും. ഈ ചാർജിങ് കറൻറ്റ് SCRനെ ഓൺ ആക്കും. ചാർജിങ് കറൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് IC എന്ന് പറയുന്നത് dQ/dt ആയിരിക്കും. ചാർജിങ് കറൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് IC എന്ന് പറയുന്നത് എത്രയായിരിക്കും? dQ/dt ആയിരിക്കും. ഇനി ഇവിടെ Q എന്ന് പറയുന്നത് എന്താ? Q എന്ന് പറയുന്നത് CJ × VA ആണ്. Q എന്ന് പറയുന്നത് CJ എന്ന് പറയുന്ന ജംഗ്ഷൻ്റെ കപ്പാസിറ്റൻസ്, VA എന്ന് പറയുന്നത് അതിന് അക്രോസ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോർവേഡ് വോൾട്ടേജ് ആണ്. സോ Q എന്ന് പറയുന്നത് CJ × VA ആണ്. അതുകൊണ്ട് തന്നെ IC എന്ന് പറയുന്നത് d/dt ഓഫ് CJ × VA എന്ന് വരും. അതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്നാ പറ്റും? CJ × dVA/dt പ്ലസ് VA × dCJ/dt എന്ന് കിട്ടും. ഇനി CJ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. CJ ഒരു കോൺസ്റ്റൻ്റ് വാല്യൂ ആയതുകൊണ്ട് dCJ/dt എത്രയാ? dCJ/dt 0 ആണ്. അതുകൊണ്ട് നമ്മുടെ ചാർജിങ് കറണ്ട് IC എന്ന് പറയുന്നത് എന്നാ വരും? IC എന്ന് പറയുന്നത് CJ × dVA/dt ആണ്. അപ്പം IC ചാർജിങ് കറണ്ട് IC എന്ന് പറയുന്നത് CJ × dVA/dt ആണ്. ഇതിൽ CJ കോൺസ്റ്റൻ്റ് ആണ്, പിന്നെ പോയിട്ട് dVA/dt ഉണ്ട്. അപ്പം dVA/dt കൂടുതലാണെങ്കിൽ IC കൂടുതലായിരിക്കും. dVA/dt കൂടുതലാണെങ്കിൽ IC കൂടുതലായിരിക്കും. dVA/dt എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് VA. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് VA കൂടുതലായാൽ ചാർജിങ് കറൻറ്റും കൂടുതലായിരിക്കും. അപ്പം നമ്മുടെ ഗേറ്റ് സിഗ്നൽ 0 ആണെങ്കിൽ, ഗേറ്റ് സിഗ്നൽ 0 ആണ് എന്നാ പറ്റും? IC എന്ന് പറയുന്നത് ഡിവൈസിനെ ഓണാക്കും. ഗേറ്റ് സിഗ്നൽ 0 ആണെങ്കിൽ പോലും ഈ ചാർജിങ് കറണ്ട് നമ്മുടെ SCRനെ ഓണാക്കും. അതായത് ഈ ചാർജിങ് കറണ്ട് ശരിക്കും പറഞ്ഞാൽ ഗേറ്റ് കറണ്ടിൻ്റെ റോളാണ് ചെയ്യുന്നത്. ചാർജിങ് കറണ്ട് ഇവിടെ ഗേറ്റ് കറണ്ടിൻ്റെ റോളാണ് ചെയ്യുന്നത്. ഗേറ്റിൽ അപ്ലൈ ചെയ്യുന്ന സിഗ്നൽ 0 ആണെങ്കിലും ചാർജിങ് കറണ്ട് SCRനെ ഓണാക്കും. അതായത് VA കുറവാണെങ്കിലും, VAയുടെ വാല്യൂ കുറവാണെങ്കിൽ പോലും റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് VA കൂടുതലായിരിക്കണം, അത്രേ ഉള്ളൂ. VAയുടെ വാല്യൂ കുറവാണെങ്കിലും VAയിൽ ഉണ്ടാകുന്ന ചേഞ്ച്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് VA എന്ന് പറയുന്നതാണ് ഡിവൈസിനെ ഓണാക്കുന്നത്. അത് കൂടുതലാണെങ്കിൽ ഡിവൈസ് ഓണാകും. അതിനെയാണ് dV/dt ട്രിഗറിങ് എന്ന് പറയുന്നത്. നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ലൈറ്റ് ട്രിഗറിങ് ആണ്. ലൈറ്റ് ട്രിഗറിങ്ങിൽ ശരിക്കും എന്താ ചെയ്യുന്നത്? നമ്മൾ ഈ ഗേറ്റ് സിഗ്നൽ കൊടുക്കുന്ന ലെയർ ഇല്ലേ, ഗേറ്റ് സിഗ്നൽ കൊടുക്കുന്ന ലെയർ ഏതാ? ഇന്നർ P ലെയർ. ആ ഇന്നർ P ലെയറിൽ നമ്മളൊരു റിസസ് അല്ലെങ്കിൽ നിഷ ഉണ്ടാക്കുക ചെയ്യുന്നത്. അപ്പം ഇന്നർ P ലെയറിൽ നമ്മളൊരു റിസസ് അല്ലെങ്കിൽ നിഷ ഉണ്ടാക്കും. എന്തിനാണ്? അവിടേക്ക് നമ്മൾ റേഡിയേഷൻ കൊടുക്കും. റേഡിയേഷൻ കൊടുക്കുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? ആ ഇന്നർ P ലെയറിനകത്ത് എക്സസ് കാരിയേഴ്സ് ജനറേറ്റ് ആവും. അപ്പം നമ്മൾ ലൈറ്റ് ട്രിഗറിങ് കൊടുക്കുമ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇന്നർ P ലെയറിലേക്ക് നമ്മൾ ഒരു നിഷ അല്ലെങ്കിൽ റിസസ് ഉണ്ടാക്കിയിട്ട് അവിടേക്ക് റേഡിയേഷൻ കൊടുക്കും. റേഡിയേഷൻ കൊടുക്കുമ്പം അവിടെ എക്സസ് കാരിയേഴ്സ് ജനറേറ്റ് ആവും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഗേറ്റ് സിഗ്നൽ കൊടുക്കുമ്പോഴും അവിടെ എക്സസ് കാരിയേഴ്സ് ജനറേറ്റ് ആവുക ചെയ്യുന്നത്. ലൈറ്റ് സിഗ്നൽ കൊടുത്താലും എക്സസ് കാരിയേഴ്സ് ജനറേറ്റ് ആവുക ചെയ്യുന്നത്. രണ്ടും ഒരുപോലെ തന്നെയാണ്. അപ്പം നമ്മൾ ലൈറ്റ് ട്രിഗറിങ്ങിൽ ചെയ്യുന്നത് ഈ ഇന്നർ P ലെയറിൽ ഒരു നിഷ അല്ലെങ്കിൽ റിസസ് ഉണ്ടാക്കിയിട്ട് അവിടേക്ക് റേഡിയേഷൻ കൊടുക്കും. റേഡിയേഷൻ കൊടുക്കുമ്പം എക്സസ് കാരിയേഴ്സ് ജനറേറ്റ് ആവും.
അപ്പം നമ്മൾ ഈ റേഡിയേഷൻ എന്ന് പറയുന്നത് അപ്രോപ്രിയേറ്റ് വേവ് ലെങ്തിലുള്ള, അതായത് കറക്റ്റ് ആയിട്ടുള്ള വേവ് ലെങ്തിലുള്ള ഒരു പൾസ് ഓഫ് ലൈറ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്. എങ്ങനെയാ കൊടുക്കുന്നത്? ഒപ്റ്റിക്കൽ ഫൈബർ വഴിയാണ് കൊടുക്കുന്നത്. അപ്പം അപ്രോപ്രിയേറ്റ് വേവ് ലെങ്തിലുള്ള ഒരു പൾസ് ഓഫ് ലൈറ്റ് ഒപ്റ്റിക്കൽ ഫൈബർ വഴി നമ്മൾ കൊടുക്കും. ഈ കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൊടുക്കുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി ഒരു പർട്ടിക്കുലർ വാല്യൂവിന് മുകളിലാണെങ്കിൽ, നമ്മൾ ഈ കൊടുക്കുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി ഒരു സർട്ടൺ വാല്യൂവിന് മുകളിലാണെങ്കിൽ ഫോർവേഡ് ബയാസ്ഡ് SCR ഫോർവേഡ് ബ്ലോക്കിംഗ് സ്റ്റേറ്റിൽ നിന്നും ഫോർവേഡ് കണ്ടക്ഷൻ സ്റ്റേറ്റിലേക്ക് പോകും. അപ്പൊ എന്നാ സംഭവിക്കുന്നേ? നമ്മൾ അപ്രോപ്രിയേറ്റ് വേവ് ലെങ്തിലുള്ള ഒരു പൾസ് ഓഫ് ലൈറ്റ് നമ്മളുടെ ഇന്നർ പി ലെയറിലേക്ക് കൊടുക്കുക. എങ്ങനെയാ കൊടുക്കുന്നേ? അത് ഒപ്റ്റിക്കൽ ഫൈബർ വഴിയാണ് കൊടുക്കുന്നത്. അപ്പൊ ഈ കൊടുക്കുമ്പോഴത്തേക്കും അതിന്റെ ഇന്റൻസിറ്റി ഒരു സർട്ടൺ വാല്യൂവിന് മുകളിലാണെങ്കിൽ എന്ത് പറ്റും? SCR ടേൺ ഓൺ ആകും. ഇങ്ങനത്തെ SCRനെ വിളിക്കുന്ന പേരാണ് ലൈറ്റ് ആക്ടിവേറ്റഡ് SCR അല്ലെങ്കിൽ LASCR. അപ്പൊ ഇങ്ങനത്തെ SCRനെ വിളിക്കുന്ന പേരെന്താ? ലൈറ്റ് ആക്ടിവേറ്റഡ് SCR അല്ലെങ്കിൽ LASCR എന്നാണ് വിളിക്കുന്നത്. LASCR നമുക്ക് ലൈറ്റ് വെച്ച് ട്രിഗർ ചെയ്യാം, അല്ലെങ്കിൽ ഗേറ്റ് സിഗ്നൽ വെച്ചും ട്രിഗർ ചെയ്യാം. LASCRനെ ഒന്നെങ്കിൽ ലൈറ്റ് വെച്ച് ട്രിഗർ ചെയ്യാം, അല്ലെങ്കിൽ ഗേറ്റ് സിഗ്നൽ വെച്ച് ട്രിഗർ ചെയ്യാം. ഇനി ഇത് രണ്ടും അല്ലെങ്കിൽ ഗേറ്റ് സിഗ്നലും കൂടെ ലൈറ്റും കൂടെ വെച്ചിട്ട് ട്രിഗർ ചെയ്യാം. അപ്പം ഒന്നെങ്കിൽ ലൈറ്റ് വെച്ച് ട്രിഗർ ചെയ്യാം, അല്ലെ ഗേറ്റ് സിഗ്നൽ വെച്ച് ട്രിഗർ ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ ഗേറ്റ് സിഗ്നലും ലൈറ്റും രണ്ടും കൂടെ ഒരുമിച്ച് കൊടുത്തുകൊണ്ട് വേണമെങ്കിലും ട്രിഗർ ചെയ്യാം. അപ്പൊ രണ്ടും കൂടെ ഒരുമിച്ച് കൊടുത്ത് ട്രിഗർ ചെയ്യാൻ എന്നാ ചെയ്യും? ഫസ്റ്റ് നമ്മൾ ഗേറ്റിനെ പർട്ടിക്കുലർ വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ട് വെച്ച് ബയാസ് ചെയ്യും. എന്തുമാത്രം കൊടുത്താലാണോ അത് ഓൺ ആവുന്നത് അതിന്റെ തൊട്ട് താഴെ കൊടുക്കത്തുള്ളൂ. അപ്പൊ ഗേറ്റിലേക്ക് നമ്മൾ ഒന്നെങ്കിൽ ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് അല്ലെങ്കിൽ പർട്ടിക്കുലർ കറണ്ട് കൊടുക്കും. പക്ഷെ ഓൺ ആവേണ്ടത്രയും കൊടുക്കില്ല, അതിന്റെ താഴെയേ കൊടുക്കത്തുള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യും? എന്നിട്ട് നമ്മൾ ഈ ഇന്നർ പി ലെയറിലേക്ക് ലൈറ്റ് കൊടുക്കും, ലൈറ്റ് പൾസ് കൊടുക്കും. അപ്പം ശരിക്കും പറഞ്ഞാൽ അപ്പുറത്ത് ടേൺ ഓൺ ആവേണ്ടതിന്റെ തൊട്ട് താഴെ വരെ നമ്മൾ ഗേറ്റ് സിഗ്നൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു ലൈറ്റ് കിട്ടിയാലും എന്ത് പറ്റും? ഈ SCRന്റെ ടേൺ ഓൺ ആവും. അപ്പൊ നമ്മൾ ഓൾറെഡി ഗേറ്റിൽ ഒരു ടേൺ ഓൺ ആവേണ്ടതിന്റെ തൊട്ട് താഴെയുള്ള വാല്യൂയിലുള്ള വോൾട്ടേജോ കറണ്ടോ കൊടുക്കും. എന്നിട്ട് നമ്മൾ ലൈറ്റും കൂടെ കൊടുക്കും. അപ്പൊ ജസ്റ്റ് ഒരു ലൈറ്റ് കിട്ടിയാലും എന്താവും? SCR ടേൺ ഓൺ ആവും. ഈ ഗേറ്റിലുള്ള വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ട് കൂടുന്നതനുസരിച്ച് ലൈറ്റ് ഇന്റൻസിറ്റി അത്രയും കുറച്ചു മതി. ഗേറ്റിൽ കൊടുക്കുന്ന വോൾട്ടേജോ കറണ്ടോ കൂടുന്നതനുസരിച്ച് ലൈറ്റ് ഇന്റൻസിറ്റി അത്രയും കുറച്ച് മതി ടേൺ ഓൺ ആക്കാനായിട്ട്. ഈ ലൈറ്റ് ട്രിഗേർഡ് SCR യൂസ് ചെയ്യുന്ന എവിടെയാണ്? ലൈറ്റ് ആക്ടിവേറ്റഡ് SCR അല്ലെ LASCR യൂസ് ചെയ്യുന്നത് ഹൈ വോൾട്ടേജ് ഡയറക്റ്റ് കറണ്ട് ട്രാൻസ്മിഷൻ സിസ്റ്റത്തിലാണ്. ഹൈ വോൾട്ടേജ് ഡയറക്റ്റ് കറണ്ട് ട്രാൻസ്മിഷൻ സിസ്റ്റത്തിലാണ് LASCR യൂസ് ചെയ്യുന്നത്. LASCR യൂസ് ചെയ്യുന്ന എവിടെയാ? ഹൈ വോൾട്ടേജ് ഡയറക്റ്റ് കറണ്ട് ട്രാൻസ്മിഷൻ സിസ്റ്റത്തിലാണ് LASCR യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാല് നമ്മൾ SCR സീരീസ് അല്ലെങ്കിൽ പാരലൽ കോമ്പിനേഷൻ ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഇവിടുത്തെ ലൈറ്റ് ട്രിഗറിങ്ങിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണ്? പവർ ആൻഡ് കൺട്രോൾ സർക്യൂട്ടിനിടയ്ക്ക് പവർ ആൻഡ് കൺട്രോൾ സർക്യൂട്ടിൽ ഇലക്ട്രിക്കൽ ഐസൊലേഷൻ പ്രൊവൈഡ് ചെയ്യും. ലൈറ്റ് ട്രിഗറിങ് ആയതുകൊണ്ട് പവർ ആൻഡ് കൺട്രോൾ സർക്യൂട്ട്സിൽ ഇലക്ട്രിക്കൽ ഐസൊലേഷൻ പ്രൊവൈഡ് ചെയ്യും. അപ്പം ലൈറ്റ് ആക്ടിവേറ്റഡ് SCR LASCRന്റെ അഡ്വാൻറ്റേജ് എന്താണ്? ഈ പറഞ്ഞ ഹൈ വോൾട്ടേജ് ഡയറക്റ്റ് കറണ്ട് ട്രാൻസ്മിഷൻ സിസ്റ്റത്തിന്റെ പവർ ആൻഡ് കൺട്രോൾ സർക്യൂട്ടിനിടയ്ക്ക് ഇലക്ട്രിക്കൽ ഐസൊലേഷൻ പ്രൊവൈഡ് ചെയ്യും ലൈറ്റ് ട്രിഗറിങ്. SCRന്റെ ടേൺ ഓൺ മെക്കാനിസത്തിനകത്ത് അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ടെമ്പറേച്ചർ ട്രിഗറിംഗ് ആണ്. അപ്പോൾ ഫോർത്ത് മെത്തേഡ് ഏതാണ്? ടെമ്പറേച്ചർ ട്രിഗറിംഗ് ആണ്. ഈ ടെമ്പറേച്ചർ ട്രിഗറിംഗ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് തെർമൽ ട്രിഗറിംഗ്. ടെമ്പറേച്ചർ ട്രിഗറിംഗ് അറിയപ്പെടുന്ന വേറൊരു പേരാണ് തെർമൽ ട്രിഗറിംഗ്. അപ്പം ടേൺ ഓൺ മെക്കാനിസത്തിനകത്ത് നമുക്കറിയാം ഫോർവേഡ് ബ്ലോക്കിംഗ് സ്റ്റേറ്റിൽ നിന്ന് ഫോർവേഡ് കണ്ടക്ഷൻ സ്റ്റേറ്റിലേക്ക് SCR മാറണം. ഫോർവേഡ് ബ്ലോക്കിംഗ് സ്റ്റേറ്റിൽ ജംഗ്ഷൻ J2 റിവേഴ്സ് ബയാസ്ഡ് ആണ്. ഫോർവേഡ് ബ്ലോക്കിംഗ് സ്റ്റേറ്റിൽ ജംഗ്ഷൻ J2 റിവേഴ്സ് ബയാസ്ഡ് ആണ്. ഈ ജംഗ്ഷൻ J2 അക്രോസ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് മുഴുവൻ വരുന്നത്. സോ ഈ റിവേഴ്സ് ബയാസ്ഡ് ജംഗ്ഷനായ J2 അക്രോസ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് വരുന്നത്. അപ്പോൾ എന്നാ പറ്റും? ജംഗ്ഷൻ J2 അക്രോസ് ഉള്ള വോൾട്ടേജ് കാരണം ജംഗ്ഷൻ J2 കൂടെ റിവേഴ്സ് ലീക്കേജ് കറണ്ട് ഫ്ലോ ചെയ്യും. കാരണം അതൊരു റിവേഴ്സ് ബയാസ്ഡ് ജംഗ്ഷനാണ്. അപ്പം റിവേഴ്സ് ബയാസ്ഡ് ജംഗ്ഷനിൽ കൂടെ എന്ത് ഫ്ലോ ചെയ്യും? റിവേഴ്സ് ലീക്കേജ് കറണ്ട് ഫ്ലോ ചെയ്യും. അങ്ങനെ റിവേഴ്സ് ലീക്കേജ് കറണ്ട് ഫ്ലോ ചെയ്താൽ എന്ത് സംഭവിക്കും? ആ ജംഗ്ഷൻ്റെ ടെമ്പറേച്ചർ കൂടാനിടയാകും.
സോ ജംഗ്ഷൻ J2 അക്രോസ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് വരും. അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് ജംഗ്ഷൻ J2 അക്രോസ് വരുന്നതുകൊണ്ട് അവിടെ റിവേഴ്സ് ലീക്കേജ് കറണ്ട് ഫ്ലോ ചെയ്യും. റിവേഴ്സ് ലീക്കേജ് കറണ്ട് ഫ്ലോ ചെയ്യുമ്പം ടെമ്പറേച്ചർ കൂടും. ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ എന്നാ പറ്റും? ഡിപ്ലീഷൻ ലെയറിൻ്റെ വിഡ്ത്ത് കുറയും. ടെമ്പറേച്ചർ കൂടിയാൽ ഡിപ്ലീഷൻ ലെയറിൻ്റെ വിഡ്ത്ത് കുറയും. ഡിപ്ലീഷൻ ലെയറിൻ്റെ വിഡ്ത്ത് കുറഞ്ഞു കഴിയുമ്പോൾ എന്നാ പറ്റും? ഡിപ്ലീഷൻ ലെയറിൻ്റെ വിഡ്ത്ത് കുറയുമ്പം റിവേഴ്സ് ലീക്കേജ് കറണ്ട് കൂടും. റിവേഴ്സ് ലീക്കേജ് കറണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൂടും. സോ ഡിപ്ലീഷൻ ലെയറിൻ്റെ വിഡ്ത്ത് കുറഞ്ഞാൽ റിവേഴ്സ് ലീക്കേജ് കറണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൂടും. അങ്ങനെ മാഗ്നിറ്റ്യൂഡ് കൂടിക്കഴിയുമ്പോൾ എന്ത് പറ്റും? ജംഗ്ഷനിലെ ടെമ്പറേച്ചർ വീണ്ടും കൂടും. അപ്പോൾ എന്താ ഇവിടെ സംഭവിച്ചത്? നമുക്കറിയാം J2 ഒരു റിവേഴ്സ് ബയാസ്ഡ് ജംഗ്ഷനാണ്. അതിന് അക്രോസ് അപ്ലൈ ചെയ്തേക്കുന്ന വോൾട്ടേജ് കാരണം ഒരു റിവേഴ്സ് ലീക്കേജ് കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഈ റിവേഴ്സ് ലീക്കേജ് കറണ്ട് ഫ്ലോ ചെയ്യുന്നതുകൊണ്ട് ജംഗ്ഷനിലെ ടെമ്പറേച്ചർ കൂടും. ജംഗ്ഷനിലെ ടെമ്പറേച്ചർ കൂടുമ്പം ഡിപ്ലീഷൻ ലെയറിൻ്റെ വിഡ്ത്ത് കുറയും. ഡിപ്ലീഷൻ ലെയറിൻ്റെ വിഡ്ത്ത് കുറയുമ്പം കൂടുതൽ ലീക്കേജ് കറണ്ട് ഫ്ലോ ചെയ്യും. കൂടുതൽ ലീക്കേജ് കറണ്ട് ഫ്ലോ ചെയ്യുമ്പം വീണ്ടും ടെമ്പറേച്ചർ കൂടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വീണ്ടും ടെമ്പറേച്ചർ കൂടുമ്പം എന്നാ പറ്റും? ടെമ്പറേച്ചർ കൂടുന്ന അനുസരിച്ച് ഡിപ്ലീഷൻ ലെയറിൻ്റെ വിഡ്ത്ത് കുറയും. അതിനനുസരിച്ച് ലീക്കേജ് കറണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൂടും. ലീക്കേജ് കറണ്ട് കൂടുമ്പോൾ വീണ്ടും എന്നാ പറ്റും? ഡിപ്ലീഷൻ ലെയറിൻ്റെ വിഡ്ത്ത് കുറയും. സോ ഈ ക്യുമുലേറ്റീവ് പ്രോസസ്സ് കാരണം ഏതെങ്കിലും ഒരു ഹയർ ടെമ്പറേച്ചറിൽ ഡിപ്ലീഷൻ ലെയർ വാനിഷ് ആവും. അതായത് സേഫർ ലിമിറ്റിനകത്ത് നിൽക്കുന്ന ഒരു ഹയർ ടെമ്പറേച്ചറിൽ ഡിപ്ലീഷൻ ലെയറിൻ്റെ വിഡ്ത്ത് കുറഞ്ഞ് അത് വാനിഷ് ആവും. എന്നിട്ട് ഡിവൈസ് ഓൺ ആവും. അതായത് ഡിവൈസ് ഫോർവേഡ് കണ്ടക്ഷൻ മോഡിലേക്ക് പോകും. സോ ഇതിനെയാണ് നമ്മൾ തെർമൽ ട്രിഗറിങ് അഥവാ ടെമ്പറേച്ചർ ട്രിഗറിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒന്നുകൂടെ ഓർത്ത് നോക്കുക. റിവേഴ്സ് ബയാസ്ഡ് ജംഗ്ഷനിൽ റിവേഴ്സ് ലീക്കേജ് കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. റിവേഴ്സ് ലീക്കേജ് കറണ്ട് കാരണം ടെമ്പറേച്ചർ കൂടും. ജംഗ്ഷൻ്റെ ടെമ്പറേച്ചർ കൂടുമ്പം ഡിപ്ലീഷൻ ലെയറിൻ്റെ വിഡ്ത്ത് കുറയും. ഡിപ്ലീഷൻ ലെയറിൻ്റെ വിഡ്ത്ത് കുറയുമ്പം വീണ്ടും റിവേഴ്സ് ലീക്കേജ് കറണ്ട് കൂടും. റിവേഴ്സ് ലീക്കേജ് കറണ്ട് കൂടുമ്പം ഇതേ സൈക്കിൾ റിപ്പീറ്റ് ചെയ്യും. ലീക്കേജ് കറണ്ട് കൂടും. ലീക്കേജ് കറണ്ട് കൂടിയാൽ ടെമ്പറേച്ചർ കൂടും. ടെമ്പറേച്ചർ കൂടുമ്പം എന്ത് പറ്റും? ഡിപ്ലീഷൻ ലെയറിൻ്റെ വിഡ്ത്ത് കുറയും. വീണ്ടും ലീക്കേജ് കറണ്ട് കൂടും. അപ്പോൾ ഈ ക്യുമുലേറ്റീവ് പ്രോസസ്സ് കാരണം അൾട്ടിമേറ്റ്ലി എന്നാ പറ്റും? ഡിപ്ലീഷൻ ലെയറിൻ്റെ വിഡ്ത്ത് കുറഞ്ഞ് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ അത് വാനിഷ് ആവും. അങ്ങനെ ഡിവൈസ് ഓൺ ആവും. അതിനെയാണ് നമ്മൾ തെർമൽ ട്രിഗറിങ് എന്ന് പറയുന്നത്. ഇത്രയുമാണ് SCR ടേൺ ഓൺ മെത്തേഡ്സ് എന്ന് പറയുന്നത്. താങ്ക് യു.